മറ്റൊരു എപ്പിസോഡ് ലെറ്റ്സ് സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ ജീവൻ ജയമുണ്ട്. ഏറ്റുമാനൂർ വിമല ഹോസ്പിറ്റലിലെ ഡോക്ടർ ജീവൻസ് ഡയബറ്റിക് ആൻഡ് എൻഡോക്രൈൻ സെൻ്ററിലെ ഡോക്ടർ ജീവൻ. ഞങ്ങൾക്കും ഏറ്റുമാനൂർ ബോയ് എസ്തെറ്റിക്കാണ്. സോ വി വർക്ക് ഇൻ അസോസിയേഷൻ. അപ്പം എല്ലാവരും ഒത്തിരി ഹോർമോൺ പ്രശ്നങ്ങൾ, എൻഡോക്രൈൻ പ്രോബ്ലംസ് ഇതൊക്കെ ആയിട്ട് ട്രബിൾഡാണ്. സോ വി തോട്ട് ലൈക്ക് ഡോക്ടർ ജീവൻ അതിനെക്കുറിച്ച് നമ്മളെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്ത് അതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നത് പറഞ്ഞു തരും. വെൽക്കം ഡോക്ടർ ജീവൻ. നമസ്കാരം. സോ ഇപ്പം ഈ സമയത്ത് ഒത്തിരി സ്ട്രെസ്സ് ഉണ്ട് ആൾക്കാർക്ക്. അതും എൻഡോക്രൈനൽ എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ സ്കിന്നിൽ വി സീ എ ലോട്ട് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് എൻഡോക്രൈൻ പ്രോബ്ലംസ്. വൺ ഓഫ് ദ കോമണസ്റ്റ് തിങ് ഈസ് PCOD എല്ലാവരെയും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് ഹെയർ ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, അതുപോലെ അക്നെ ട്രീറ്റ്മെൻറ്റിന് വരും. സോ ഹൗ ടു ടാക്കിൾ ദർ എൻഡോക്രൈൻ ആസ്പെക്ട്, അതെനിക്ക് തോന്നുന്നു. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർ ഉൾപ്പെടെയുള്ളവരിൽ വളരെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിംറ്റംസ് വളരെ വേരിഡാണ്. അത് ഇന്ന ഒരു സ്പെഷ്യാലിറ്റിയിൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് സിംറ്റംസ് അല്ല. അത് നമ്മൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചിലർ സ്കിൻ പ്രശ്നങ്ങൾ കാരണമാണ് ഡോക്ടറെ സമീപിക്കുന്നത്. വേറെ ചിലർ അമിതവണ്ണം അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം വരുന്നു. വേറെ ചിലർ പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. വേറെ ചിലർക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് പല സ്പെഷ്യാലിറ്റീസിൽ പോയി പേഷ്യൻസ് ആദ്യം പോയി കാണുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനും ഡയഗ്നോസിസും നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇതിനെ ശാശ്വതമായ രീതിയിൽ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബാൻഡേജ് ഒട്ടിക്കുന്ന പോലെ അതും ഇതും മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ ഓവറിയുടെ ഉള്ളിൽ ചെറിയ കുരുക്കൾ പോലെയുള്ള ഒരു സ്കാൻ അപ്പിയറൻസ് മാത്രമല്ല, അതിനോട് അനുബന്ധിച്ച് പീരിയഡ്സിൽ വരുന്ന അബ്നോർമാലിറ്റീസും അതുപോലെ തന്നെ അവർക്ക് സ്കിന്നിൽ വരുന്ന മാനിഫെസ്റ്റേഷൻസ് എന്ന് വെച്ചാൽ ചിലർക്ക് ഫേസിൽ ഹെയർ ഗ്രോത്ത് ആയിരിക്കാം, വേറെ ചിലർക്ക് അവർക്ക് പിഗ്മെൻറ്റേഷൻ, പ്രത്യേകിച്ച് നെക്കിൻ്റെ പുറകിൽ വരുന്ന പ്രത്യേകിച്ച് ഒരു കറുത്ത പിഗ്മെൻറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പം നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ കൂടുതൽ കാണുന്നത് അങ്ങനെ വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇവർക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ഒരു ടീം അപ്രോച്ചാണ് ശരിക്കും വേണ്ടത്. അല്ല ഇപ്പോഴത്തെ പക്ഷേ എനിക്കൊന്ന് PCOയിൽ കുറേ പേര് ഈവൻ ആർത്തവ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഒരു കോമൺ തിങ് ആണ് നമ്മൾ വിചാരിക്കുക ആർത്തവ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒത്തിരി പേർക്ക് വരുന്നവർക്ക് ഇപ്പോൾ ആർത്തവ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ കുറേ സ്കിൻ മാനിഫെസ്റ്റേഷൻസ്. എനിക്ക് തോന്നുന്നു ഹെയർ ഗ്രോത്ത്, അതായത് പലപ്പോഴും നമ്മൾ ലേസർ തെറാപ്പിക്ക് വരുമ്പോൾ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യും. ഫ്യൂ സിറ്റിങ്സ് കഴിയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇവരുടെ റെസ്പോൺസ് സ്ലോ എന്ന രീതിയിൽ ചിന്തിക്കും. ഹിസ്റ്ററി വൈസ് അവർക്ക് വേറെ സജസ്റ്റീവ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ലേറ്റർ ആണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇതിൽ വരുന്നത് അവർക്ക് PCOD ഉണ്ടെന്നുള്ളത്. അതെന്തുകൊണ്ടാണ് എപ്പോഴും ക്ലിനിക്കൽ അല്ലാതെ സബ് ക്ലിനിക്കലിനെ പറ്റി? അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രോഗ്രഷൻ തന്നെ വളരെ ഒരു സ്ലോ ഡിസീസാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പനി വരുന്നു, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു, അതുപോലെയല്ല. ഇറ്റ്സ് വെരി സ്ലോ പ്രോസസ് ആയതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കാതലായിട്ട് ചെയ്യേണ്ടത് വെയിറ്റ് ലോസ് ആണ്. അതാണ് ഇതിൻ്റെ എൻഡോക്രൈൻ അപ്രോച്ചിൽ തന്നെ അതിൻ്റെ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വെയിറ്റ് കുറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് 30% സ്ത്രീകൾക്ക് ലീൻ PCOS. അതാണ് ഞാൻ പറയാൻ പോയത്. ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ട് ലീൻ PCOS പ്രാക്ടീസ് നമ്മൾ തുടങ്ങിയ സമയത്ത് കുറെ പേര് ഓവർ വെയിറ്റ് ആയിട്ട് വരുന്ന PCOS, പക്ഷെ ഇപ്പൊ കാണുന്ന ഒരു മേജർ പാർട്ട് ലീൻ PCOS ആണ്. അപ്പൊ അവർക്ക് ഉള്ള സിംറ്റംസ് കൂടുതലായിട്ട് ഇതുപോലെയുള്ള ഈ ഫേസിലെ ഹെയർ ഗ്രോത്ത്. ചില ആൾക്കാർക്ക് ഇതിന്റെ വളരെ ഒരു സിവിയർ സ്റ്റേജിൽ ഒത്തിരി ഹെയർ ഫോൾ ഉണ്ട്, മെയിൽ പാറ്റേൺ ആയിട്ടുള്ള ഹെയർ ഫോൾ അത് കാണാറുണ്ട് പല ആൾക്കാർക്കും. പിന്നെ ആക്നെ, പിമ്പിൾസ്, അതും വളരെ കോമൺ ആണ് ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ക്ലിനിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഒരു മെയിൽ ഹോർമോൺ എക്സസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അപ്പോൾ ഇത് പലപ്പോഴും പല സ്ത്രീകൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ചാലഞ്ചാണ്. മെയിൽ ഹോർമോൺ എക്സസ് അതെങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ അതുണ്ടാകുന്ന രീതി എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഈ ഫാറ്റ് ടിഷ്യൂ
ഒരു എൻഡോക്രൈൻ ഓർഗനാണ്. നമ്മളങ്ങനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഈ കൊഴുപ്പ് ഒരു എൻഡോക്രൈൻ ഓർഗനാണ്. അപ്പോൾ ഈ കൊഴുപ്പിൻ്റെ അകത്ത് പലപ്പോഴും ഈ ഫീമെയിൽ ഹോർമോൺ മെയിൽ ഹോർമോണായി അരോമറ്റൈസ് ചെയ്ത് മാറുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ഹെയറിന്റെ നിങ്ങളുടെ ലെവലിൽ ഫേഷ്യൽ ഹെയറും അതേപോലെ തന്നെ ഈവൻ അക്നെ ഹാസ് ഓൾസോ ആ മെയിൽ ഹോർമോൺ ഇത് ഭയങ്കര ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ഹോർമോൺ ഇംബാലൻസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവർക്ക് ഈ ഒരു ഹോർമോൺസിന്റെ ഒരു ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻസുലിൻ്റെ അളവ് ഇവരുടെ ശരീരത്തിൽ കൂടുകയും അത് കാരണം ഇതുപോലെയുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ കൈൻഡ് ഓഫ് സിനാരിയോസ് എല്ലാം ഉണ്ടാവും. ഹൈപ്പർ ഇൻസുലിനീമിയ, അതുപോലെ തന്നെ അവർക്ക് പ്രമേഹ രോഗം വരാനായിട്ടുള്ള സാധ്യത കൂടുന്നു. കൊഴുപ്പിന്റെ അളവിൽ വ്യതിയാനങ്ങൾ വരുന്നു. ചില ആൾക്കാർക്ക് രക്തക്കുതിപ്പ് വരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒരു കോംപ്ലക്സ് ഡിസീസാണ് പോളിസിസ്റ്റിക് ഓവറി. അത് വളരെ സിമ്പിളായിട്ടൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സാഹചര്യമല്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ സ്കിൻ മാനിഫെസ്റ്റേഷൻസ് ആണ് ഒത്തിരി സ്ത്രീകളെ അലട്ടുന്നത്. പിന്നെ ഇൻഫെർട്ടിലിറ്റി മാനിഫെസ്റ്റേഷൻസ്, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ചികിത്സ അപ്പോൾ ആ രോഗിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് കെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്, ഒരു പേഴ്സണലൈസ്ഡ് കെയർ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുന്നവർക്ക് നമ്മൾ ആ രീതിയിലുള്ള ചികിത്സ ചെയ്യുന്നു, അതിനുവേണ്ടിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് അല്ല, അവർക്ക് പീരിയഡ്സ് വരുന്നില്ല എന്നുള്ള പ്രശ്നമാണ്, അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് പീരിയഡ്സ് വരുത്താൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരു വർഷത്തിൽ നമുക്ക് 3-4 പ്രാവശ്യമെങ്കിലും നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയെങ്കിലും പീരിയഡ്സ് വരേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചികിത്സ നമ്മൾ ചെയ്യും. വേറെ പലർക്ക് ഈ സ്കിൻ അപ്പിയറൻസ് റിലേറ്റഡ്, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ വ്യൂ എസ്തെറ്റിക്ക എല്ലാവരെ കാണാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കാരണം ഈവൻ നമുക്ക് എക്സസ് ഹെയർ ഗ്രോത്ത് ആയിട്ട് വരുന്ന പേഷ്യൻസിന് എല്ലാവർക്കും തന്നെ PCOD ആയിരിക്കില്ലല്ലോ. ഹിർസുട്ടിസം എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് PCOSൽ മാത്രം കാണുന്ന ഒരു ഇഷ്യൂ അല്ല. അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഒരു എൻഡോക്രൈനോളജിസ്റ്റിന്റെ റോള് PCOD ചികിത്സിക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വളരെ റെയറായിട്ട് ഇതേപോലെ തന്നെ വരുന്ന എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റ് ചില പ്രശ്നങ്ങളുമുണ്ട്. ഫോർ എക്സാമ്പിൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടുതലായിട്ടുണ്ടായി അങ്ങനെ വരുന്ന അമിതമായിട്ടുള്ള തടിയും അതുപോലെയുള്ള ഈ ഹിർസുറ്റിസം, കുഷിങ്സ് ഡിസീസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഈ കിഡ്നിയുടെ മുകളിലുള്ള ചെറിയ ഗ്രന്ഥികളുണ്ട്, അഡ്രീനൽ ഗ്രന്ഥികൾ. ഈ അഡ്രീനൽ ഗ്രന്ഥികൾക്കകത്ത് എന്തെങ്കിലും മുഴകളോ ആ മുഴകളിൽ നിന്നുണ്ടാവുന്ന ടെസ്റ്റോസ്റ്ററോൺ അതുപോലെയുള്ള ഹോർമോൺ സെക്രീഷൻസ് കാരണവും നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളായിട്ട് തന്നെ വരാം. അപ്പോൾ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ റോള് ഇത് PCOD ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിൽ അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഡെഫിനറ്റ് ആയിട്ട് ഒരു എൻഡോക്രൈൻ ഇവാലുവേഷൻ ഇതിൽ ആവശ്യമാണ്.